ഹലോ അസ്സലാമലൈക്കും. എന്തിട്ടാണ് വിശേഷം? അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് നമുക്കൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യം തന്നെ 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലി കളഞ്ഞെടുക്കാവുന്ന. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു 1.5 ടീസ്പൂൺ സാധാ നോർമൽ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. വലിയ ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചില്ലി കഴിക്കുന്ന ആ ഒരു അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്നും ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പൊട്ടറ്റോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനി മൊരിഞ്ഞ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി മൊരിയാനുണ്ട് കേട്ടോ അത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ശേഷം, എന്നാലേ അതിൽ ഉപ്പും മുളകും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോരി മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്നും കൂടി ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ പൊട്ടാറ്റോ കഴിക്കുന്നില്ലെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങ് അല്ലേ. അപ്പോൾ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലേ അവർ ഉറപ്പായും കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കിടുക്കാച്ച ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ നിന്ന് പൊരിച്ച് മതിയായി കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് പൊരിക്കണം കേട്ടോ കുറച്ച്. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടല്ലോ ക്വാണ്ടിറ്റി. താങ്ക്സ് ഫോർ വാച്ചിങ്.